ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴത്തേനെ നമ്മുടെ മൊബൈലിൽ മൊത്തം വീഡിയോ നിറഞ്ഞ് കുതിർന്നു ഇങ്ങനെ നിന്നേത് കേട്ടോ. പിന്നെ എല്ലാം എടുത്ത് കളഞ്ഞു, വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു കേട്ടോ. അപ്പോഴേ നമുക്ക് പാട്ട് പാടാൻ മഴക്കോളുണ്ടോ. അപ്പോഴാ ഒരു മൂടങ്ങ് പോയി, പാട്ട് പാടാനുള്ള ഒരു മൂടങ്ങ് പോയി. പിന്നെ വീണ്ടും മൂട് വന്നു കേട്ടോ. അപ്പോഴേ നമുക്ക് പാട്ട് പാടാം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമിന്നിയിരുന്നു ഞാൻ, പൈങ്കിളി മനത്തിങ്കിളി വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മനത്തിങ്കിളി, പൈങ്കിളി മനത്തിങ്കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെന്താ പിന്നെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ, അതും കൂടെ നമുക്ക് കാണാം കേട്ടോ. കോവിഡ് സമയത്തുണ്ടല്ലോ, ഞങ്ങൾ നമ്മുടെ പെരയുടെ ഈ 4 വശത്തും ഉണ്ടല്ലോ ചെടികൾ ഇതേപോലെ കെട്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് ദേണ്ട ആ ഒരു എന്തോ ഒരു കമ്പാണ് കേട്ടോ. ചെടിയുടെ അല്ല, ഏതോ ഒരു മരത്തിൻ്റെ കമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതേപോലെ മേളിലൊന്നും ഇടാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറ് കെട്ടി ഇതേപോലെ സെറ്റ് ചെയ്ത് ആ കമ്പിനകത്ത് കേട്ടോ. അപ്പോഴേ ഇതിനകത്ത് 5 ചിരട്ട വെച്ചായിരുന്നു ഞാൻ ആദ്യം ചെടി നട്ടത് കേട്ടോ. അങ്ങേ വശത്തും ഇങ്ങേ വശത്തും കിടക്കുന്ന ചെടി തന്നെ ആയിരുന്നു 5 ചിരട്ടയെന്ന് വെച്ചാൽ മുക്കാൽ നമ്മുടെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുക്കാൽ വെച്ച് പൊട്ടിച്ച് കളയുമായിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കി എടുത്താൽ നമ്മൾ ഇതേപോലെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ കോവിഡ് എന്ന് പറയുന്ന ഏത് വർഷമായിരുന്നു? 2022 22 എന്തായാലും 2-3 വർഷമായി. അന്ന് മുതൽ കിടക്കുന്ന ചിരട്ട അത് ഞങ്ങളാണെങ്കിൽ നല്ലതായിട്ട് ഞാൻ കാണിക്കാം, പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞടുക്കളയാണ് കേട്ടോ, അതിൻ്റെ ആ ഗ്രില്ല് ഭാഗമാണ്. പൂച്ചയറാതിരിക്കാൻ ഞങ്ങൾ നെറ്റ് ഇട്ടേക്കുക. ഇതേമാതിരി പെയിൻ്റ് അടിച്ച് ഡോട്ട് മാതിരി ഇട്ട് പിന്നെ ഇതെൻ്റെ കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതങ്ങ് ചെടിയെല്ലാം അങ്ങ് പനലായി. അതുമാതിരി തന്നെ അതേണ്ട അവിടെയും അങ്ങനെ നമ്മുടെ അണ്ണൻ്റെ സൈറ്റിൽ എങ്ങാണ്ട് കമ്പി കിട്ടി കേട്ടോ. അല്ല, ഒരു കമ്പിയല്ല, 2 കമ്പി കിടപ്പുണ്ട്. ആ 2 കമ്പിയും ഇതെല്ലാം അന്ന് ഫുൾ ഈ വീടിൻ്റെ 4 വശത്തും നമ്മൾ ഇതേപോലെ ചെടികൾ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോഴീ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒത്തിരി ഞങ്ങൾ കെട്ടിയിട്ടായിരുന്നു. 4 വശത്തും ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഒരു ഭയങ്കര കൗതുകമായിരുന്നു എല്ലാവർക്കും. ഫ്രണ്ടിലെ ബാക്കിലെ ഫുള്ള് ഞാനും മോളും കൂടെ ചെടിയാക്കിയായിരുന്നു. ഇപ്പം പിന്നെ അതൊക്കെ അങ്ങ് പോയി. ഇപ്പം പിന്നെ വലിയ ചെടി പ്രാന്തൊന്നും ഇല്ല. എന്നാലും ഉണ്ട് ഇവിടൊക്കെ നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടതൊക്കെ കേട്ടോ. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കാരണം, ഷീറ്റിൻ്റെ ചൂടും കാരണം നമ്മുടെ ചെടിയെല്ലാം പോയി കേട്ടോ. ഇനി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആ ഒരു എന്തുവാ കമ്പാണ് ഓർക്കുന്നത്. ഇപ്പം ആ കമ്പ് പൊടിയാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പോഴയ്യോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കമ്പ് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ കമ്പ് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മാറ്റണം. ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചെടികൾ
എല്ലാം ഉണങ്ങിപ്പോയതായിരുന്നു. വേണ്ട ആ വശത്ത് ആ കമ്പൊക്കെ ഞങ്ങൾ അന്ന് കെട്ടിയതാട്ടോ. പിന്നെ നമ്മുടെ പഴയ പരയുടെ അവിടെ എല്ലാം കയറ് തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ ചെടി അവിടെ ആക്കിയതായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. അവിടെ എല്ലാം നമ്മൾ ചെടി ഇതേപോലെ കെട്ടി ഇങ്ങനെ താഴോട്ടിട്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പഴയ വീടും പുതിയ വീടും ഫുള്ള് നമ്മൾ 4 വശവും ചെടിയാക്കിയായിരുന്നു അന്ന്. കലച്ചേച്ചി കുയ് കലച്ചേച്ചി കേൾക്കുന്നുണ്ടോ? അതോ ഞാൻ ശാസ്താംകോട്ടയിൽ വന്ന് പറയണോ? എന്നോട് പറഞ്ഞില്ലേ ഇന്നാൾക്ക് പനയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം ഈ പനയ്ക്കകത്ത് മരപ്പെട്ടി കയറി ഇതിൻ്റെ കായൊക്കെ തിന്നിട്ട് മേളിയിരുന്ന് താഴോട്ട് അപ്പിയിടുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ ഓടിച്ചിട്ടടിക്കും. സത്യമായിട്ടുമാണ്, ഇതിനകത്ത് കാ വരുന്നില്ല കേട്ടോ. ഞാനും അണ്ണന് നോക്കി ഇങ്ങനെ ഇരിക്കും, ഇതിൻ്റെ കായ എന്തി. പക്ഷേ ഇതിൻ്റെ കായ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഇങ്ങനെ പൂത്ത് നിൽക്കുക, കാണുന്നുണ്ടോ? സംഭവം ഇങ്ങനെ പൂത്ത് നിന്നിട്ട് ആ കുഞ്ഞു പൂവാണ്. പക്ഷേ ഇതിനകത്ത് കായൊന്നും വരുന്നില്ല കേട്ടോ. ചേച്ചി ഉദ്ദേശിച്ച പന എനിക്കറിയാം, നമ്മുടെ കുളക്കട വീട്ടിലുണ്ട്. കുളക്കട വീട്ടിൽ താഴെയാണെങ്കിൽ ഇതേപോലെ പന നിൽപ്പുണ്ട്. ആ ഒരു പനയെന്ന് വെച്ചാൽ നമ്മുടെ ആനയുമ്മാമയുണ്ടല്ലോ, ആനയുമ്മാമയ്ക്ക് അതിൻ്റെ ഇല കൊടുക്കും. പക്ഷെ ആ പനയല്ല ഇത് കേട്ടോ. ആ പനയല്ല ഇത്. വേണ്ട ഈ ചുരുണ്ട് കിടക്കുന്നില്ലേ, വേണ്ട അപ്പുറത്ത് ഞാൻ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ഭംഗി നല്ല രസമാണ് കേട്ടോ. ചുരുണ്ടാണോ എന്തോ പോലെ ഇങ്ങനെ കിടക്കുന്നതാട്ടോ. പക്ഷേ അത് ഇതുവരെയും നമുക്ക് കായും പൂവും ഒന്നും ആയില്ല. ഇത് മാത്രം, ഇത് പെണ്ണാണെന്ന് മനസ്സിലായി, പക്ഷെ കാ വരുന്നില്ല കേട്ടോ. കാ വരുന്നില്ല. ഈ ജയചേച്ചി ജയചേച്ചിയല്ല, കലച്ചേച്ചി എന്നോട് പറയുക മരപ്പട്ടി മേളിൽ കയറി ഇരുന്ന് തപ്പി താഴോട്ടിടുമെന്ന്. ചുമ്മാതെ, ഇതിനകത്തെങ്ങും മരപ്പട്ടിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങ് മരപ്പട്ടിയൊന്നും വരുന്നൊന്നുമില്ല. ഇതതിന് കായായിട്ട് വേണമല്ലോ മരപ്പട്ടി വരാണ്ടേ. നമ്മുടെ ചക്കയൊക്കെ തൂങ്ങി കിടക്കുന്ന കണ്ടോ ഇഷ്ടം പോലെ ചക്കയുണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മുടെ മലയാളി മാമന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അതേ നമുക്കൊരു അയൽവക്കം വരുന്നുണ്ട്. പുതിയ വീടാട്ടോ, കാണുന്നുണ്ടോ? പുതിയ വീട് പണിയാട്ടോ. അതിൻ്റെ മേലിൽ ഒരു മാമൻ ഇരിക്കുന്ന കണ്ടോ? എൻ്റെ പൊന്നെ, അവിടെ ഇരിക്കുക. അത് കമ്പിയോ? എൻ്റെ പൊന്നു മാമ എണ്ണീറ്റ് പോയി. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ കേട്ടോ. അത് കമ്പി, പഴുത്തിരിക്കുന്ന കമ്പി. അവരത് ഇപ്പം വെൽഡ് ചെയ്യും കേട്ടോ. അതിൻ്റെ മേളിൽ എന്തോ ഈ കൈവരി മാതിരി ഉണ്ടല്ലോ, കൊള്ളാം കേട്ടോ. ആ കൈവരി മാതിരി അവരത് പിടിപ്പിക്കുക. ആ മാമൻ അതിനകത്ത് കയറിയിരിക്കുക. ആ കമ്പിയാണെങ്കിൽ ചുട്ടുപൊള്ളിയിരിക്കുക. എൻ്റെ പൊന്നു മാമ ഓടിക്കോ അതിനകത്തുനിന്ന് ഇറങ്ങി. എനിക്ക് വയ്യ, ഇറങ്ങി ഓടും മാമ. കാറ്റിലേ ആ കൈലിയൊക്കെ ആടി ഉലയുന്നു മാമൻ്റെ. ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ രാവിലെ കാണിച്ചത് എന്താ, കുരുവി കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ നെൽക്കതിരെല്ലാം തിന്നുന്നതല്ലേ. അപ്പോഴും നെൽക്കതിരെല്ലാം അടിച്ചുകൊണ്ട് പോയി കേട്ടോ. ഇതിപ്പം അതിൻ്റെ ആ നെല്ലിനകത്ത് അരിയെല്ലാം തിന്നിട്ട് ചുമ്മാ അതിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ നോക്കിയതേ ഇപ്പുറത്തെ വശത്ത് ഒന്നുമില്ല. ഇന്നും വന്നിവർ കേട്ടോ രാവിലെ. കാക്കച്ചി പറന്നു പോന്നു. ഒരു കാക്കച്ചി ഞങ്ങളെ കൊത്താനായിട്ടിങ്ങനെ ഒന്ന് നടക്കും. എനിക്കറിയത്തില്ല, ആരെങ്കിലും ചത്തുപോയൊരു വല്ലതും ആണോ. ഇവിടുന്ന് കാക്ക മാറുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്ത് എൻ്റെ നേർക്കൊക്കെ ഇങ്ങ് വരുമോ. നമ്മൾ പേടി വരുമോ. എന്തുവാന്ന് ഈ കാക്ക ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നു കേട്ടോ. പക്ഷെ അത്ര ഇവർ വന്നിരുന്ന് കരയുന്നുണ്ടെങ്കിലും അത്ര ശല്യം ഇല്ലായിരുന്നു. ഈ കാക്ക എന്തോന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങ് പേടിയാവുമോ. ഞങ്ങളുടെ വീട്ടിലെ പുലിയെ കണ്ടോ നിങ്ങൾ? കണ്ടോ? ഞങ്ങളുടെ ഇവിടുത്തെ പുലിയാണ് കണ്ടോ. എന്തോ അടിച്ചു മാറ്റി കഴിക്കുകയാണ് കേട്ടോ. എന്തുവാന്ന കണ്ടോ? അവൻ നോക്കുന്നു. അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. കണ്ടോ? അതേ കണ്ടോ, പോയി മുങ്ങി പോയി. അതുവഴിയാണ് കേട്ടോ കയറുന്നത് ഇറങ്ങുന്നത്. പോയി. അവളുടെ സ്വന്തം വീട് അങ്ങ് വടക്കാട്ടോ. അങ്ങ് വടക്കാണ്. അങ്ങുള്ള അമ്മാമ്മയുടെ വീട്ടിലെ പൂച്ചയാണ്. അപ്പോഴിന്ന് കുഞ്ഞ് വീഡിയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. മനസ്സാകെ വല്ലാത്ത വിഷമത്തിലൊക്കെ ആകുമ്പോൾ നമുക്കൊന്നിനും
ഒന്നും ഒക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പുറത്ത് പ്രാർത്ഥനയൊക്കെ നടക്കുന്നു കേട്ടോ. അപ്പുറത്ത് ഇന്ന് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ഇതല്ലേ നോയമ്പൊക്കെ അല്ലേ, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ പറയാം കേട്ടോ. നമ്മളൊന്നും അറിയാതെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ. നാളെ പറയാം കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം.